അർക്കൽ ബീവി ഭാഗം 32. സനു രാവിലെ എണീറ്റ് അടുക്കളയിലെത്തിയപ്പോൾ തന്നെ സൂഫിയ അവിടെ ഹാജരായിരുന്നു. നേരം വെളുത്തു വരുന്നേയുള്ളൂ. അവർ വന്ന ഉടനെ മുറ്റം തൂത്ത് വൃത്തിയാക്കി. അപ്പോഴേക്കും സനു എല്ലാവർക്കും കട്ടനിട്ടു. അത് കുടിച്ചു കഴിഞ്ഞ് അവളും സൂഫിയയും കൂടി വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി. പിന്നെ സൂഫിയ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഓരോന്ന് റെഡിയാക്കി വെക്കാൻ തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തീന്മേശയിൽ കൊണ്ടുവച്ച ശേഷം സനു വേഗം കുളിക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി. അന്ന് ഓഫീസിൽ ലീവായതിനാൽ അമ്മൻ അപ്പോഴും കിടക്കയിൽ കിടന്നുകൊണ്ട് ഫോണിൽ കളിക്കുന്നുണ്ട്. ഇനി കല്യാണം കഴിയുന്നത് വരെ അവൻ ഓഫീസിൽ ലീവായിരിക്കും. അമിക്ക, നമുക്ക് പോകണ്ടേ? 8 മണിക്ക് ഇറങ്ങിയാൽ അല്ലേ നമ്മൾ അവിടെ 10 മണിക്ക് എത്തുള്ളൂ. വേഗം എണീറ്റ് കുളിച്ചേ, ചായ കുടിച്ച് പോകാൻ നോക്കാം. അവൻ ഫോൺ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് എണീറ്റു. അവളുടെ അടുത്തെത്തി. അവൻ്റെ വശ്യമായ നോട്ടം കൊണ്ട് തന്നെ അവൾ ആകെ പൂത്തുലഞ്ഞു പോയി. ടൈം ലാഭിക്കാൻ വേണ്ടി നമുക്കൊന്നിച്ച് കുളിച്ചാലോ പെണ്ണേ? അവൾ കിരുവശത്തും കൈവച്ചുകൊണ്ട് കുസൃതി ചിരിയോടെ അവൻ പുരികം പൊക്കിക്കൊണ്ട് തിരക്കി. അയ്യടാ, അങ്ങനെ വേണ്ട മോനെ, ഇവിടുന്ന് കുളിച്ചോ, ഞാൻ അപ്പുറത്തെ റൂമിൽ പോയിക്കൊള്ളാം. പോടി ദുഷ്ടത്തി, ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ പിന്നെ ഈ ഒഴിവുകൈ ഒന്നുമില്ല കേട്ടോ, ഞാൻ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. അവൻ അവളുടെ കയ്യിൽ നിന്നും തോർത്ത് വാങ്ങിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. ഓ ആയിക്കോട്ടെ. സനുവും ചിരിയോടെ മറുപടി നൽകി. കുളി കഴിഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് അവർ പോകാൻ വേണ്ടി റെഡിയായി. റാബിയക്ക് ജോലിയൊന്നും ചെയ്യാത്തത് കൊണ്ട് കുറച്ച് ക്ഷീണത്തിന് കുറവുണ്ട്. ഇടയ്ക്ക് അടുക്കളയിലേക്ക് ഒന്നെത്തി നോക്കിയെങ്കിലും സൂഫിയ അങ്ങോട്ട് അടുപ്പിച്ചില്ല. ഞങ്ങൾ പോയി വരാം ഉമ്മി. ഉപ്പാ, ഓക്കെ മക്കളെ, നിങ്ങൾ പോയി വരീൻ. ഞാനും ഷെസാദും 9:30 ആകുമ്പോൾ ഓഫീസിലേക്ക് പോകും. അവർ രണ്ടുപേരും എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി. പോകുമ്പോൾ അവൻ്റെ മുഖത്തൊരു മ്ലാനത കണ്ട് സനുവിൻ്റെ കണ്ണൊന്ന് ചുരുങ്ങി. എന്താ അമിക്ക, മുഖത്തൊരു വാട്ടം പോലെ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല പെണ്ണേ. അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. എന്തോ ഉണ്ട്, അല്ലാതെ ഈ മുഖം ഇങ്ങനെ വാടാറില്ല. വേഗം പറഞ്ഞോ. അത് ഇന്നു മുതൽ എന്നോട് അറക്കൽ തറവാട്ടിൽ നിൽക്കാൻ പറഞ്ഞു. നിങ്ങളിവിടെ ആരുമില്ലാതെ എനിക്ക് അവിടെ നിൽക്കാൻ എന്തോ പോലെ. നീ ഉണ്ടായിരുന്നെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇത് ഒരുമാതിരി. അവൻ നീരസപ്പെട്ടു. എന്താ ഇതമിക്ക ഇങ്ങനെ കൊച്ചുകുട്ടികളെപ്പോലെ? ഇക്കാൻ്റെ സ്വന്തം തറവാടല്ലേ, അവർക്കിഷ്ടമുണ്ടാവില്ലേ ഇക്ക അവരുടെ കൂടെ അവിടെ നിൽക്കാൻ? കല്യാണം കഴിഞ്ഞാലും കുറച്ച് ദിവസം അവിടെ തന്നെ നിൽക്കേണ്ടി വരും. അതുപോരെ? അതുപോരാ, അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കണം. നീയുണ്ടെങ്കിൽ ഞാൻ നിന്നോളാം. അവൻ കൊച്ചുകുട്ടികളെപ്പോലെ വാശി പിടിച്ചു. അതിന് സനു തലയിൽ കൈവച്ചുപോയി. എന്നോട് പറയാതെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു നിൽക്കുകയാണോ വേണ്ടത്? ഇക്കാനെ കൊണ്ട് തോറ്റല്ലോ. 15 ദിവസം നിന്നെ പിരിഞ്ഞു നിന്നിട്ട് 1.5 ദിവസമായിട്ടേ ഉള്ളൂ നീ എൻ്റെ അടുത്ത് വന്നിട്ട്. ഇത് പിന്നെയും? അപ്പോൾ അതാണ് കാര്യം. തന്നെ പിരിയാനുള്ള സങ്കടമാണ്, കൊച്ചു കള്ളൻ. സനുവിൻ്റെ ഉള്ളം കുളിർന്നു പോയി. പക്ഷേ അവൾ അത് സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചു. അതിനൊരാഴ്ച കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരില്ലേ? പിന്നെ നമ്മളെല്ലാം കൊണ്ടും ഒന്നിക്കാൻ പോകുമല്ലേ? അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം ചുവന്നു തൊടുത്തു. അവൻ കൊതിയോടെ ആ ചുവപ്പിലേക്ക് നോക്കി നിന്നു. പിന്നെ അവനൊന്നും പറഞ്ഞില്ല. അവളുടെ വാക്കുകൾ തീർത്ത മാസ്മരികമായ അനുഭൂതി അവനിൽ നിറഞ്ഞു നിന്നു. അവൻ ചെറുചിരിയോടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. അവൾ പുറത്തേക്ക് നോക്കി ഇരിപ്പാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് എന്താണ് താൻ പറഞ്ഞത് എന്ന ബോധ്യം വന്നത്. പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ചമ്മൽ കൊണ്ട് പുറത്തേക്ക് കണ്ണും നട്ട് ഒരൊറ്റ ഇരിപ്പായിരുന്നു. ഏകദേശം 10 മണിക്ക് മുൻപ് തന്നെ അവർ ടൗൺ പിടിച്ചു. കണ്ണൂരിലെ ഫാമിലി വെഡ്ഡിംഗ് സെൻറ്ററിലേക്കാണ് അവരോട് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. അവർ അവിടെ എത്തിയപ്പോൾ തന്നെ തങ്ങളെ കാത്തു നിൽക്കുന്ന കുടുംബത്തെ കണ്ടു. എല്ലാവരും ആവേശത്തോടെ വണ്ടിയുടെ അടുത്തേക്ക് ഓടി വന്നു. അക്ബറും അൻവറും അഷ്കറും അവനെ ചേർത്ത് പിടിച്ചു. പെൺപിള്ളേരെല്ലാവരും കൂടി സനുവിനെ വളഞ്ഞു. ഓരോരുത്തരും വന്ന് അവളുടെ കയ്യിൽ തൂങ്ങുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തു. സ്നേഹം പ്രകടിപ്പിച്ചു. അവളുടെ ഹിജാബ് ഉയർത്തി നുണക്കുഴി കാണിച്ചവൾ എല്ലാവരെയും നോക്കി ചിരിച്ചു. വരീൻ പിള്ളേരെ, വർത്താനം പിന്നെ പറയാം, നമുക്ക് പർച്ചേസ് തുടങ്ങണ്ടേ? വൈകുന്നേരത്തിന് മുമ്പ് എല്ലാം കഴിയണം, അഷ്കർ ഓർമ്മിപ്പിച്ചു. അത് ശരിവെച്ചുകൊണ്ട് എല്ലാവരും പർച്ചേസ് ആരംഭിച്ചു. ആദ്യം തന്നെ സനുവിൻ്റെ റിസപ്ഷൻ ഡ്രസ്സാണ് അവർ സെലക്ട് ചെയ്തത്. പിങ്ക് കളർ അടിപൊളി ഗൗൺ തന്നെ എല്ലാവരും കൂടി തിരഞ്ഞെടുത്തു. സനുവിനും അതൊത്തിരി ഇഷ്ടമായി. അടുത്തത് അമൻ്റെ വെഡ്ഡിംഗ് കുർത്തി സെലക്ട് ചെയ്യാൻ തുടങ്ങി. അവളുടെ ഡ്രസ്സിന് മാച്ചാവുന്ന പിങ്ക് വർക്കുകളുള്ള ക്രീം കളർ കുർത്തിയും പിങ്ക് തലപ്പാവും എല്ലാം അവന് വേണ്ടിയെടുത്തു. അവനത് ട്രൈ ചെയ്ത് വന്നപ്പോൾ എല്ലാവർക്കും അവനെ ഒരു രാജാവിനെ പോലെ തോന്നിപ്പിച്ചു. കാര്യമായിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഉച്ച സമയമായി. എല്ലാവരും വിശന്ന് വലഞ്ഞിരുന്നു. ഫുഡ് കഴിഞ്ഞ് ബാക്കി നോക്കാമെന്ന് വെച്ചവർ എല്ലാവരും ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ്, നിസ്കാരം എല്ലാം കഴിഞ്ഞ് വീണ്ടും പർച്ചേസിലേക്ക്. ഏകദേശം രാത്രിയാവുമ്പോഴേക്ക് കുടുംബത്തിലെ ഏകദേശം പേർക്കും അവർ ഡ്രസ്സ് സെലക്ട് ചെയ്തു. എല്ലാവരും വൈറ്റ് ഷെയ്ഡുള്ള ഡ്രസ് കോഡ് സെറ്റ് ചെയ്തു. അങ്ങനെ വെഡ്ഡിംഗ് പർച്ചേസ് അവസാനിച്ചു. അവർ വീണ്ടും ഫുഡ് കഴിക്കാൻ കയറി. നിങ്ങൾ രണ്ടുപേരും തറവാട്ടിലേക്ക് പോരുകയല്ലേ? അൻവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൻ്റെ മുഖം തിളങ്ങി. ഇന്ന് തന്നെ പോരണോ മൂത്താപ്പ? ഞങ്ങൾ രണ്ടും ഡ്രസ്സും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. അവൻ ചോദിച്ചത് കേട്ട് അഫ്ര പറഞ്ഞു. സനുബാബിക്ക് ഡ്രസ്സ് ഞങ്ങൾ സെറ്റാക്കിക്കൊള്ളാം.
അമിക്കാക്ക് ആപ്പന ഡ്രസ്സ് മതിയാവും. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. വീട്ടിൽ പറഞ്ഞിട്ടില്ല. കല്യാണത്തിന് മുമ്പ് തന്നെ പെണ്ണ് വീട്ടിൽ വന്നു എന്ന് പറയുമ്പോൾ അത് ശരിയാകുമോ? സനു ചോദിച്ചു. നിങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞതല്ലേ? ഇത് വെറും വെഡ്ഡിംഗ് റിസപ്ഷൻ മാത്രമല്ലേ? അതുകൊണ്ട് നീ എവിടെ താമസിച്ചാലും കുഴപ്പമില്ല. മുമ്പൊരു രാത്രി നീ അവിടെ താമസിച്ചിട്ടില്ലേ? നിന്നെ കൂടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ശേഷമാണ് നിന്റെ കണവൻ അങ്ങോട്ട് വരാമെന്ന് സമ്മതിച്ചത്. ചിരിച്ചുകൊണ്ട് അഷ്കർ പറഞ്ഞു. അത് കേട്ട് സനു അമനെ നോക്കി കണ്ണുരുട്ടി. അത് കണ്ട് അമൻ അവളെ നോക്കി സൈറ്റടിച്ചു കാണിച്ചു. സനു വെപ്രാളത്തോടെ കുട്ടിപ്പട്ടാളങ്ങൾ അത് കണ്ടോ എന്ന് ചുറ്റും നോക്കി. അവരൊക്കെ വേറെ എന്തോ കഥയിലാണ്, അതുകൊണ്ട് കണ്ടിട്ടില്ല. ഭാഗ്യം, അല്ലെങ്കിൽ കളിയാക്കി കൊന്നേനെ, അവൾ ചിരിയോടെ ചിന്തിച്ചു. അക്ബർ അലി തന്നെ സമ്മദിനെ വിളിച്ചു കാര്യങ്ങളെല്ലാം സംസാരിച്ചു. കല്യാണം വരെയും അവർ തറവാട്ടിൽ നിൽക്കുന്നു എന്ന് കേട്ടപ്പോൾ ആദ്യം സമ്മദിനൊരു അസ്വസ്ഥത തോന്നിയെങ്കിലും അവരുടെ തറവാടാണെന്ന് തോന്നൽ ശക്തമായപ്പോൾ അത് വിട്ടുകളഞ്ഞു. സൂഫിയ ഉള്ളതുകൊണ്ട് പേടിയില്ല. തങ്ങൾ ഓഫീസിൽ നിന്ന് വരുന്നത് വരെ വീട്ടിൽ റാബിയക്ക് തുണയായി അവൾ ഉണ്ടാകും. അത് കഴിഞ്ഞ് അവൾ തിരിച്ചു പോകും. പിന്നെ പിറ്റേന്ന് രാവിലെ എത്തും. അതാണ് കണക്ക്. വെഡ്ഡിംഗ് റിസപ്ഷന് വേണ്ടി ഇവിടെ നിന്ന് 100 പേരെങ്കിലും കൊണ്ടുപോകാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമ്മദ് തൻ്റെ വീട്ടുകാരെയും അയൽവാസികളെയും എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഷഹ്സാദിൻ്റെ വരവ് അറക്കൽ വീട്ടുകാർക്കറിയില്ല. അറിയുമ്പോൾ അവരെന്താണ് പ്രകടിപ്പിക്കുക എന്നും അറിയില്ല. സമ്മദ് ചിന്തിച്ചു. അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പോയവർ തിരിച്ചു വന്നതറിഞ്ഞ് തറവാട്ടിൽ തന്നെ നിന്ന മുനീറ ബീവിയും ഹഫ്സ ബീവിയും പുറത്തേക്കിറങ്ങി വന്നു. അവരുടെ കൂടെ അമനെയും സനുവിനെയും കണ്ടപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമായി. സനുവിനെയും അമനെയും കൂട്ടി അക്ബർ അലി നേരെ സാറാ ബീവിയുടെ റൂമിലേക്കാണ് ചെന്നത്. അവരുടെ വരവറിഞ്ഞ സാറാ ബീവി കട്ടിലിൽ ചാരിയിരുന്നു കൊണ്ട് അവരെ കാത്തിരിക്കുകയായിരുന്നു. മോനും മോളും ഇങ്ങടുത്ത് വാ, പാപ്പമ്മ കാണട്ടെ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. രണ്ടുപേരും കട്ടിലിൽ ഇരു സൈഡുകളിലായി സാറാ ബീവിയുടെ അടുത്തേക്കിരുന്നു. അവർ രണ്ടുപേരുടെയും കവിളിൽ തലോടി. എൻ്റെ മക്കള് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? നിങ്ങളുടെ കല്യാണം കാണാൻ എനിക്ക് വല്ലാത്ത പൂതിയായി. അതിന് മറുപടിയായി സനു സാറാബിയുടെ കവിളിൽ ഉമ്മ നൽകി. അത് കണ്ട് അമനും അവരുടെ ഇപ്പുറത്തെ കവിളിൽ ചുണ്ടമർത്തി. അത് ആ പാവം വൃദ്ധക്ക് ഏറെ സന്തോഷം നൽകുന്നുണ്ടായിരുന്നു. ഇന്നാകെ അലച്ചിൽ കഴിഞ്ഞു വരികയല്ലേ, മക്കൾ പോയി വിശ്രമിക്ക്, നമുക്ക് നാളെ കാണാം. സാറാബീവി തന്നെ അവരെ പറഞ്ഞയച്ചു. അവിടെ നിന്നവർ ഹാളിലെത്തിയപ്പോൾ എല്ലാവരും അവിടെ ഹാജർ വെച്ചിരുന്നു. അറക്കൽ തറവാട്ടിൽ അമനല്ലാതെ പേരമക്കളായി പെൺകുട്ടികൾ മാത്രമേ ഉള്ളുവല്ലോ. അൻവറിൻ്റെയും അഷ്കറിൻ്റെയും 2 കുട്ടികളെ വിവാഹം ചെയ്ത് അയച്ചിട്ടുമുണ്ട്. അവരുടെ 2 പേരുടെയും ഭർത്താക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. സുമിയുടെ ഭർത്താവ് ജാഫറും സുനൈനയുടെ ഭർത്താവ് അമീനും. ഡ്രസ്സ് എടുക്കാൻ അവരൊന്നും പോന്നിട്ടില്ല. അവർ ജോലി കഴിഞ്ഞ് തറവാട്ടിലേക്ക് എത്തിയതാണ്. അവർ 2 പേരും അമന് കമ്പനി കൊടുത്തു. 2 പേരും നല്ല ഫ്രണ്ട്സാണ്. കൂടാതെ അവർക്ക് കൂട്ടായി ഹസീന ബീവിയുടെ സഹോദരൻ്റെ മകനായ ഹാഷിം, മുനീറ ബീവിയുടെ ഇളയ സഹോദരൻ സാലിം തുടങ്ങിയവരും കൂട്ടത്തിലുണ്ട്. അഫ്രയും സുനൈനയും സുമിയും ജുമിയും കൂടി സനുവിനെയും കൂട്ടി മുകളിലേക്ക് കയറി. ഏകദേശം സുനൈനയുടെ തടിയും വലിപ്പവുമാണ് സനുവിന്. അതുകൊണ്ട് തന്നെ അന്നിടാൻ സുനൈനയുടെ ഒരു ചുരിദാർ എടുത്തു നൽകി. അങ്ങനെ എല്ലാവരും ഫ്രഷായി ഉറങ്ങാൻ കിടന്നു. ആൺപടകളുടെ കൂടെ അമനും ഭർത്താവിൻ്റെ പെണ്ണന്മാരുടെ കൂടെ സനുവും കിടന്നു. ക്ഷീണം കൊണ്ട് എല്ലാവരും വേഗം തന്നെ ഉറങ്ങിപ്പോയിരുന്നു. രാവിലെ ആദ്യം എണീറ്റത് സനുവായിരുന്നു. അവൾ നിസ്കാരം കഴിഞ്ഞ് താഴോട്ടിറങ്ങി. എല്ലാ റൂമിലും വെളിച്ചം കത്തുന്നുണ്ട്. പക്ഷേ ആരും പുറത്തേക്ക് വന്നിട്ടില്ല. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ലിവിംഗ് റൂമിലിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് വലിയവർ ഓരോരുത്തർ പുറത്തേക്ക് വരാൻ തുടങ്ങി. എല്ലാവരും സനുവിനെ കണ്ട് അത്ഭുതപ്പെട്ടു. കാരണം ഒറ്റ പിള്ളേരും എണീറ്റ് വന്നിട്ടില്ല. എന്തിന് അമൻ പോലും ഇറങ്ങിയിട്ടില്ല. എല്ലാവരും ഇന്നലത്തെ ക്ഷീണമെന്നും പറഞ്ഞ് വീണ്ടും ഉറങ്ങിയതാണ്. മോള് വേഗം എണീറ്റോ? എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് വീണ്ടും കിടന്നു. നിനക്കും കുറച്ചു നേരം കൂടി കിടന്നുകൂടായിരുന്നോ? അക്ബറിൻ്റെ ഭാര്യ ഹസീന ചോദിച്ചു. എനിക്ക് നേരത്തെ ഉണരുന്ന ശീലമുണ്ട്, അങ്ങനെ ഉണർന്നുപോയി. പിന്നെ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല ഉമ്മി. അവളുടെ ഉമ്മി എന്ന വിളി അവരുടെ നെഞ്ചകങ്ങളിൽ പ്രകമ്പനം കൊണ്ടു. അതിൻ്റെ പ്രതിഫലനം എന്നോണം കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഹസീന കരഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. സനുവിന് അവരുടെ കരച്ചിൽ കണ്ട് സങ്കടം വന്നു. അവരുടെ കണ്ണുനീർ കൊണ്ട് സനുവിൻ്റെ ചുമൽ നനഞ്ഞു. ഉമ്മ എന്തിനാ കരയുന്നത്? ഞാൻ നിങ്ങളുടെ മോളുടെ തന്നെയാ. എനിക്ക് എത്ര ഉമ്മമാരാണ് എന്നറിയുമോ? സനു കണ്ണീരിനിടയിലും ചിരിച്ചു. അൻവറിൻ്റെയും അഷ്കറിൻ്റെയും ഭാര്യമാർക്കും അവരുടെ അടുപ്പം കണ്ട് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നു. അവരുടെ കൂടെ സനു അടുക്കളയിലേക്ക് നടന്നു. പഴയ തറവാട് അതേ തനതായ സ്റ്റൈലിൽ പുതുക്കി പണിതിട്ടുണ്ട്. അടുക്കള ന്യൂ സ്റ്റൈലിൽ തീർത്ത മോഡേൺ കിച്ചണാണ്. അവിടുത്തെ ഓരോ വർക്കുകളും സനുവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൾക്ക് ഹസീന പകർന്നു കൊടുത്ത ചായയും കുടിച്ചുകൊണ്ട് അവിടുത്തെ ബെഞ്ചിലേക്കിരുന്നു. ഇവിടെ കുട്ടികളില്ലാത്തതിനാൽ ഓരോ മാസം ഓരോ വീട്ടിലും എല്ലാവരും മാറി മാറി നിൽക്കലാണ് പതിവ്. ഇവിടുത്തെ ജ്യേഷ്ഠന്മാരും അനിയന്മാരും നല്ല ഒത്തൊരുമയിലാണ്. അതുപോലെ തന്നെ അവരുടെ ഭാര്യമാരും. എല്ലാവരും തറവാട്ടിൽ നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം. മോൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ കുട്ടികൾ ആരും എണീറ്റിട്ടില്ലല്ലോ. അഫ്ര എണീറ്റിരുന്നെങ്കിൽ ഇവൾക്കൊരു വൈബായനെ, മുനീറ പറഞ്ഞു.
എന്തായാലും നാസ്ത കഴിഞ്ഞ് എല്ലായിടത്തും കാണാൻ പോകാം. മോനും ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. മുൻപ് ഇവർ വന്നത് വൈകുന്നേരമല്ലേ? അന്ന് കാഴ്ചകളൊന്നും കണ്ടിട്ടില്ലല്ലോ. ശരിയാ. എല്ലാവരും അടുക്കളയിൽ തകർത്തു പണിയിലാണ്. അവരോടൊപ്പം കൂടാൻ സനു ശ്രമിച്ചെങ്കിലും അവർ സമ്മതിച്ചില്ല. അപ്പോഴാണ് അവൾക്ക് വീട്ടുകാരെ വിളിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. എന്നാൽ ഞാൻ പോയി ഒരു ഫോൺ ചെയ്ത് വരാം. ഇന്ന് ഉപ്പാക്കും ഉമ്മാക്കും വിളിച്ചിട്ടില്ല. അതും പറഞ്ഞവൾ മുകളിലേക്ക് തന്നെ നടന്നു. സ്റ്റെപ്പുകളെല്ലാം തേക്ക് കൊണ്ട് നിർമ്മിച്ചതാണ്. ചവിട്ടാൻ നല്ല സുഖമുണ്ട്. അവൾ സ്റ്റെപ്പ് കയറി പകുതിയായപ്പോൾ അവിടെ നിന്ന് അമൻ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. അവളെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. എൻ്റെ പെണ്ണ് നേരത്തെ എണീറ്റ് അടുക്കളയിൽ പോയോ? ആ പോയി. ചായ കുടിച്ചെന്നല്ലാതെ അവിടെ എനിക്ക് ജോലികളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉമ്മയെയും ഉപ്പയെയും ഒന്ന് വിളിക്കാമെന്ന് കരുതി ഫോൺ എടുക്കാൻ അങ്ങോട്ട് വരികയായിരുന്നു. ആണോ? എനിക്കൊരു ഗ്ലാസ് ചായ വേണമായിരുന്നു. അതിനിറങ്ങിയതാ. ഞാൻ അടുക്കളയിൽ പോയി വാങ്ങിക്കോളാം. നീ പോയി ഫോൺ ചെയ്തോ? അവൾ തലയാട്ടിക്കൊണ്ട് മുകളിലേക്കും അവൻ താഴേക്കും പോയി. ഫോണെടുത്ത് റാബിയെ വിളിച്ചു. ശേഷം സമദിനോടും ഷസാദിനോടും സംസാരിച്ചു. അവർ രണ്ടുപേരും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ ബോറാണെങ്കിലും അവരുടെ തറവാട്ടിൽ പോയതാണല്ലോ എന്നോർത്ത് സമദും റാബിയയും സമാധാനിച്ചു. എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നു നാസ്ത കഴിച്ച ശേഷം പുറത്തേക്കിറങ്ങി. അമനൊരു ട്രാക്ക് സ്യൂട്ടും ടീഷർട്ടുമാണ് ധരിച്ചത്. സനുവിനെ അഫ്രയും സുമിയും സുനൈനയും കൂടി കളിയാക്കുന്നുണ്ട്. അതിനെല്ലാം അവൾ തറുതല പറയുന്നുമുണ്ട്. എല്ലാം കേട്ട് പുഞ്ചിരിയോടെ അമൻ അവരുടെ കൂടെ നടക്കുന്നുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് മുന്നിൽ തുറന്നുകിടന്നത് അനന്തമായ നെൽപ്പാടങ്ങളായിരുന്നു. പച്ചക്കതിരുകൾ രാവിലെ സൂര്യൻ്റെ പൊൻതിളക്കം വീണ് കാറ്റിൽ തരംഗമായി വിറങ്ങലിക്കുന്ന കാഴ്ച. അരികിലൂടെ ഒഴുകുന്ന ചെറുവെള്ളച്ചാൽ. അതിൽ വെള്ളക്കിളികളും കൊക്കുകളും ചെറുതായി പറന്നിറങ്ങി വേട്ടയാടുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ സനുവിൻ്റെയും അമൻ്റെയും കണ്ണുകൾ വിടർന്നു. അമൻക, ബാബി, വേഗം വാ, നമുക്ക് കുളം കാണാം, അഫ്ര വിളിച്ചു പറഞ്ഞു. അവിടുന്ന് കുറച്ചു മാറി നടന്നു പോയാൽ വലിയൊരു കുളം. കുളത്തിൻ്റെ മുകളിൽ മുഴുവനും വെള്ള നിറഞ്ഞ ആമ്പൽപ്പൂക്കളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ചില പൂക്കൾ വെളുത്ത നിറത്തിലും ചിലത് ചുവപ്പിൻ്റെ മിഴിവിലും. പൂവിൻ്റെ മുകളിൽ ചെറുതുമ്പികൾ ചിറകു വീശി നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. സനു അമ്പരന്ന് നിന്നു. എത്ര മനോഹരമാണ് ഇവിടുത്തെ പൂക്കൾ. അവൾ മറ്റുള്ളവരുടെ കൂടെ കുളത്തിൻ്റെ സ്റ്റെപ്പിറങ്ങി. ഒന്ന് കുനിഞ്ഞ് വെള്ളത്തിൽ വിരൽ തൊട്ടപ്പോൾ ചെറിയ തരംഗങ്ങൾ വിരിഞ്ഞു. അതിനൊപ്പം വെള്ളത്തിൽ നിന്ന് ചെറിയൊരു മീൻ പുറത്തു ചാടി തിരിച്ചിറങ്ങി. അവൾ അതൊക്കെ അത്ഭുതത്തോടെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അമൻ അവളുടെ അരികിൽ ചെന്ന് നിന്ന് ചോദിച്ചു, നിനക്ക് പൂവ് വേണോ? വേണേൽ ഞാൻ പറിച്ചു തരാം. താൻ ഏന്തി വലിഞ്ഞ് വെള്ളത്തിൽ വീഴണ്ട. സനു അമനെ നോക്കി. കണ്ണുകളിൽ നിറഞ്ഞത് ആകാംക്ഷയും അവനോടുള്ള പ്രണയവുമായിരുന്നു. അമിക്ക, അവൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് കൂടി വേണം, സുനൈന പറഞ്ഞു. അങ്ങനെ കുളത്തിലിറങ്ങി കുറേ ആമ്പൽ പൂക്കൾ അമൻ പറിച്ചെടുത്തു. അവിടുത്തെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കുറച്ചു നേരം കൂടി അവരെല്ലാവരും അവിടെ കുളപ്പടവിലിരുന്നു. അവർ തിരിച്ചു തറവാട്ടിലേക്ക് തന്നെ കയറി വന്നപ്പോൾ അവിടെ വിരുന്നുകാരുടെ പടയായിരുന്നു. അൻവർ അലിയുടെ ഭാര്യ മുനീറയുടെ വീട്ടുകാരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പലഹാരക്കെട്ടുകളുമായാണ് അവരുടെ വരവ്. മറ്റുള്ള വീട്ടുകാരും ഉടൻ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. വീട്ടുകാർ അവരെ സ്വീകരിച്ചിരുത്തി ചായ നൽകിയിട്ടുണ്ട്. കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും സ്വീകരണ മുറിയിലെത്തിയപ്പോൾ മുനീറ അവരെ അങ്ങോട്ട് വിളിച്ചു. സനുവിനെയും കൂട്ടി എല്ലാവരും അങ്ങോട്ട് ചെന്നു. സനുവിനെ കണ്ടപ്പോൾ മുനീറയുടെ മൂത്ത സഹോദരൻ്റെ ഭാര്യ നസീമ ഒന്ന് ഞെട്ടി. അവരുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. സനുവിനെ ചൂണ്ടി അവൾ ചോദിച്ചു, ആ കുട്ടി ഏതാ? ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നസീമത്ത, അതാണ് നമ്മുടെ പുതുമണവാട്ടി, അമൻ്റെ ബീവി, ഭാവിയിലെ ഇവിടുത്തെ അറക്കൽ ബീവി, മുനീറ സന്തോഷത്തോടെ പറഞ്ഞു. അടുത്ത ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുക. തുടരും.